ഹലോ ഹായ്. ഇന്ന് 1.7 ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ട്രയൽ ബാലൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എന്താ വേണ്ടേ? ഡെബിറ്റും ക്രെഡിറ്റും അറിഞ്ഞിരിക്കണം അല്ലേ? ഡെബിറ്റും ക്രെഡിറ്റും അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയൽ ബാലൻസ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഡെബിറ്റിൽ എന്തൊക്കെ എന്താ വരിക? നമുക്ക് എക്സ്പെൻസ് വരാം, അസറ്റ് വരാം അല്ലേ? അത് ഡെബിറ്റിൽ വരും. അപ്പോൾ ക്രെഡിറ്റിൽ എന്തൊക്കെയാണ് വരിക? ഇൻകം വരും അല്ലേ, ലൈബിലിറ്റി വരും. അതൊക്കെയാണ് ക്രെഡിറ്റിൽ വരിക. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രയൽ ബാലൻസ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ട്രയൽ ബാലൻസിൽ കുറേ എറേഴ്സ് വന്ന് കയറും. ഓക്കെ, കുറേ എറേഴ്സ് ഉണ്ടാവും. എന്തൊക്കെ എറേഴ്സ് ആണ് എന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, എറർ ഓഫ് ഒമിഷൻ. എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്തു. ആ ഒരു എൻട്രി നമ്മൾ എടുത്തതേ ഇല്ല, ഒരു ട്രാൻസാക്ഷൻ നമ്മളത് എന്താ പറയുക, നമ്മളത് ഐഡന്റിഫൈ ചെയ്തിട്ടേ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടേ ഇല്ല അല്ലെ? അങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഒമിറ്റ് ചെയ്യുന്നതിനെയാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ആ എൻട്രി ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഇനി എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ടിൽ മാത്രം മിസ്റ്റേക്ക് വരിക. അക്കൗണ്ടൊക്കെ കറക്റ്റ് ആയിരുന്നു, നമ്മൾ ഏതൊക്കെ സ്ഥലത്താണ് ഇടുന്നത് അതേ സ്ഥലത്ത് തന്നെ ഡെബിറ്റും ക്രെഡിറ്റും ഇടും, അതേ കറക്റ്റ് ലെജർ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അക്കൗണ്ട് ചെയ്തിരിക്കുന്നത്, എല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന്റെ എമൗണ്ട് എന്ത് പറ്റി? 8,000 ഇടുന്നിടത്ത് 800 ഇട്ടു, അങ്ങനെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരില്ലേ? അതിനെയാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. റോങ് എമൗണ്ട് ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ ദി കറക്റ്റ് അക്കൗണ്ട്. ഓക്കെ, എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അതായത് അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു, അതൊന്നും അനുസരിക്കാതെ അല്ലെങ്കിൽ അതൊന്നും അറിയാതെ നമ്മൾ ചെയ്യുന്ന എറേഴ്സിനെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതായത് എന്താ, എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് എപ്പോഴും കേൾക്കാവുന്ന ഒരു എക്സാമ്പിൾ അല്ലേ? നമ്മളൊരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഏതിലോട്ട് കൊണ്ട് അക്കൗണ്ട് ചെയ്യും? പർച്ചേസ് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് അക്കൗണ്ട് ചെയ്തു. അത് ആക്ച്വലി അത് എവിടെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്? ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. നമ്മൾ ഫിക്സഡ് അസറ്റിന്റെ ഹെഡിൽ വേണം അത് അക്കൗണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മളൊരു പർച്ചേസ്, ഫർണിച്ചർ അല്ലേ, പർച്ചേസ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിൽ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ഇല്ല അല്ലേ? നമ്മുടെ പ്രിൻസിപ്പൾസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഫിക്സഡ് അസറ്റ് ആണെന്നും ഓരോന്നും പ്രിൻസിപ്പൾസ് അറിഞ്ഞ് അത് ഏതൊക്കെ എവിടെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതിൽ തന്നെ അത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇങ്ങനെയുള്ള തെറ്റുകൾ വരുത്തുന്നതിനെയാണ് എറർ ഓഫ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എറർ ഓഫ് ഒറിജിനൽ എൻട്രി. എറർ ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻകറക്ട്ലി ഇൻ എ സബ്സിഡറി ബുക്ക്. ട്രാൻസാക്ഷൻ എന്താണ്, എമൗണ്ട് എന്താണ്, അത് എൻട്രി ചെയ്ത് തന്നെ ഇൻകറക്റ്റ് ആയിട്ടാണ്. സബ്സിഡറി ബുക്കിൽ എൻട്രി ചെയ്ത് തന്നെ എന്താണ്, ഇൻകറക്റ്റ് ആയിട്ടാണ്. സബ്സിഡറി ബുക്കിൽ ഇരുന്നേ തെറ്റാണ് വന്നത്. അതിനാണ് എറർ ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 or more mistake in the books which result in cancelling each other അല്ലെ? 2 അതിൽ കൂടുതലോ മിസ്റ്റേക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്ത് ചെയ്യും? ഒന്നിനെ ക്യാൻസൽ ചെയ്യണ പോലെ ഇരിക്കും. അതായത് നമുക്ക് ഇപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, ഡെബിറ്റ് ക്രെഡിറ്റും അറിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് അത് അക്കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ? അപ്പൊ ഈ ട്രയൽ ബാലൻസിൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയാൽ മതി. അപ്പൊ അത് ഒരു അക്കൗണ്ടിൽ തെറ്റുവാണെന്നുണ്ടെങ്കിൽ വേറെ അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് മാച്ച് ആയിട്ട് എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താവും? ആ രണ്ട് സൈഡും അത് ഈക്വൽ ആയിട്ട് മാറും അല്ലെ? രണ്ട് സൈഡും അത് ഈക്വൽ ആയിട്ട് മാറും. ഒരു അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 80 rupees കുറഞ്ഞു പോയി, വേറൊരു അക്കൗണ്ടിൽ നമ്മൾ എന്തായാലും 80 rupees കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവിടെ ടാലിയായി അല്ലെ? നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ രണ്ടും ടാലിയായി. ടോട്ടൽ ട്രയൽ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് അറിയുകയും കൂടി ചെയ്യില്ല. അതാണ് ഈ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത് അല്ലെ? കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ അതിനെയാണ്. 2 or more mistakes in the books of which result in cancelling each other. ഓക്കെ, ആ 2 അതിൽ കൂടുതലും മിസ്റ്റേക്ക് ഉണ്ട് ബുക്സിൽ, അത് എന്ത് ചെയ്യുന്നു? ഒന്നിനെ ക്യാൻസൽ ചെയ്ത് കളയുന്നു, ഒന്നിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് 2 മെത്തേഡ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ടോട്ടൽ മെത്തേഡും ബാലൻസ് മെത്തേഡും. നമ്മൾ ഈ ബാലൻസ് മെത്തേഡാണ് യൂഷ്വലി അല്ലെ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്. എന്താണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്താണ്? ഈ ബാലൻസ് മെത്തേഡ് തന്നെയാണ്. അപ്പൊ ടോട്ടൽ മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് നമ്മൾ ലെഡ്ജർ എന്ത് ചെയ്യും? ലെഡ്ജർ പ്രിപ്പയർ ചെയ്യില്ലേ? ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ
അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ വരില്ലേ, ആ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ വരുന്നത് ഇതിന്റെ ടോട്ടൽ മാത്രം, അതായത് ബാലൻസ് ചെയ്യാതെ ലെജർ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസിലോട്ട് കൊണ്ടുവരുന്നത്. അതിനെയാണ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ലെജർ ബാലൻസ് ചെയ്യാതെ തന്നെ അതിന്റെ ടോട്ടൽ ആയ ഡെബിറ്റിന്റെ ടോട്ടലും ക്രെഡിറ്റിന്റെ ടോട്ടലും എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ട്രയൽ ബാലൻസിന്റെ രണ്ട് സൈഡും എഴുതും. ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് എഴുതും. ലെജറിന്റെ ഡെബിറ്റിന്റെ ടോട്ടൽ എടുത്തിട്ട് വന്ന് ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ആണ്, പർച്ചേസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് കോളത്തിന്റെ ടോട്ടലും പിന്നെ എന്താണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അല്ലെ. ഓക്കെ, ഏതെങ്കിലും ഒരു അക്കൗണ്ടില് അങ്ങനെ പർച്ചേസ് അക്കൗണ്ട് ഇപ്പൊ ക്രെഡിറ്റർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ രണ്ട് സൈഡ് ഇപ്പൊ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടത്തുവാണ്, അപ്പൊ ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കണ്ടാവും അല്ലെ, കുറച്ച് പെൻഡിങ് ഉണ്ട്. അങ്ങനെ രണ്ട് സൈഡിൽ എമൗണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സൈഡിലും വരുന്ന എമൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും, ആ രണ്ട് സൈഡിലും വരുന്ന എമൗണ്ടിന് നമ്മൾ കൊണ്ടുവന്ന് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡും കാണിക്കും ക്രെഡിറ്റ് സൈഡും കാണിക്കും. അപ്പൊ അങ്ങനെ ബാലൻസ് ചെയ്യും. അപ്പൊ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ ഇനി ട്രയൽ ബാലൻസിന് അങ്ങനെ ടോട്ടൽ എല്ലാ ലെജറും എഴുതിയതിന് ശേഷം ട്രയൽ ബാലൻസ് ടോട്ടൽ എടുക്കും. ട്രയൽ ബാലൻസ് ടോട്ടൽ എടുത്തിട്ട് അതിനെ ബാലൻസ് ചെയ്ത് നോക്കും. അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്. അങ്ങനെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നുണ്ട്. അതാണ് ടോട്ടൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കാറില്ല, സാധാരണയായിട്ട് അത് ഉപയോഗിക്കാറില്ല. ടോട്ടൽ മെത്തേഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദിസ് മെത്തേഡ് ഫോർ ഈച്ച് ലെജർ അക്കൗണ്ട് the total of debit side and total of credit side are collected and placed on the debit and credit column of trial balance. Okay. Trial balance can be drafted under this method even though the ledger account have not been ബാലൻസ്ഡ്. ലെജർ അക്കൗണ്ട് ബാലൻസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ട്രയൽ ബാലൻസ് ഡ്രാഫ്റ്റ് ചെയ്യും ഈ മെത്തേഡ് ഉപയോഗിച്ച്. ഓക്കെ, ഇനി ബാലൻസ് മെത്തേഡാണ് നമ്മൾ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്ന മെത്തേഡ്. എന്താണ്, നമ്മൾ സാധാരണ ലെജർ അക്കൗണ്ട് ഒക്കെ ബാലൻസ് ചെയ്ത് അതിൻ്റെ ആ ക്ലോസിംഗ് ബാലൻസ് മാത്രം എടുത്ത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് നോക്കി ഈ ലെജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നതിനാണ് ട്രയൽ ബാലൻസിലോട്ട് പോസ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ഓൺലി ആഫ്റ്റർ ഈച്ച് ലെജർ അക്കൗണ്ട് ഹാസ് ബീൻ ബാലൻസ്ഡ്. സോ ഫോർ ഈച്ച് ലെജർ അക്കൗണ്ട് ഓൺലി ആർ എമൗണ്ട് ഈസ് പോസ്റ്റഡ് ഇൻ ദി ട്രയൽ ബാലൻസ്. ഓക്കെ, അപ്പൊ രണ്ട് മെത്തേഡ് ഉണ്ട് എന്നുള്ളത് മാത്രം അറിഞ്ഞു നോക്കാം. ഇതില് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ എറർ ഫോർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എറേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വൺ വേർഡിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് രണ്ട് മെത്തേഡ് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക മാത്രം. ഓക്കെ, ഈ എറർ ഫോർമേഷൻ, എറർ കമ്മീഷൻ, എറർ പ്രിൻസിപ്പിൾ, എറർ ഒറിജിനൽ എൻട്രി, കമ്പൻസേറ്റിംഗ് എറർ എന്നെല്ലാം നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാനായിട്ട്. ഓക്കെ, 1.7 ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ.